بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت. بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم أما بعد. നമ്മൾ ഈ ക്ലാസ്സിൽ ഈ സലാത്തു തസ്ബീഹ് നിസ്കാരം എപ്പോൾ ആളുകൾ ചോദിക്കുകയും വലിയ ഇഷ്കാലുകൾ ആളുകൾക്കിടയിൽ നിലനിൽക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് സലാത്തു തസ്ബീഹ്. കാരണം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ സലാത്തു തസ്ബീഹിൻ്റെ ഹദീസിനെ പ്രബലപ്പെടുത്തുകയും സലാത്ത് തസ്ബീഹ് നിർവഹിക്കുകയും അത് പുണ്യപ്രവൃത്തിയായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ റക്അത്തിൽ 300 തവണ തസ്ബീഹ് ഉണ്ട്. 300 തവണ. ഓരോ റക്അത്തിലും 75 തവണ വീതാണ് തസ്ബീഹ്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തും ഓതിയതിന് ശേഷം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 15 തവണ പറയും. പിന്നെ റുക്കൂ ചെയ്യും. റുക്കൂയിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 10 തവണ പറയും. റുക്കൂയിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് നിവർന്ന് നിന്നാൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 10 തവണ. പിന്നെ സുജൂദിൽ പോയാൽ സുജൂദിൽ ഇതേപോലെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നത് 10 തവണ. പിന്നെ സുജൂദിൽ നിന്ന് ഇരുന്നാൽ വീണ്ടും ഇത് 10 തവണ. പിന്നെ വീണ്ടും സുജൂദിൽ പോയാൽ 10 തവണ. പിന്നെ സുജൂദിൽ നിന്ന് ഇരുന്നാൽ ഏതിരുത്തം? ജിൽസത്തുൽ ഇസ്തിറാഹ. നമ്മൾ ഒന്നാമത്തെ റക്അത്തിന് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കും, ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കും. അതാണ് ജിൽസത്തുൽ ഇസ്തിറാഹ. ആ ജിൽസത്തുൽ ഇസ്തിറാഹയിലും ഇത് 10 തവണ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നത് 10 തവണ. അപ്പോൾ ഒരു റക്അത്തിൽ എത്രയായി? 75 തവണ. ഓരോ റക്അത്തിലും 75 4 റക്അത്താകുമ്പോൾ 300 തവണ തസ്ബീഹുകൾ ആവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ നമസ്കാരത്തിന് എന്ത് പറഞ്ഞ് സലാത്തു തസ്ബീഹ് നമസ്കാരം, അല്ലെങ്കിൽ ചിലർ സലാത്തു തസാബീഹ് എന്ന് പറയും. തസാബീഹ് എന്ന് പറഞ്ഞാൽ തസ്ബീഹുകളുടെ നമസ്കാരം എന്ന് പേര് വന്നിട്ട്. സലാത്ത് തസ്ബീഹിൻ്റെ വിഷയത്തിൽ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. പ്രസ്തുത ഹദീസുകൾ ഫദ്ൽ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാ ഇബ്നു അബ്ബാസ്, ജാഫർ ഇബ്നു അബി താലിബ്, അബ്ദുല്ലാ ഇബ്നു ജാഫർ, അതേപോലെ ഉമ്മു സലമ, അലി, അബ്ദുല്ലാ ഇബ്നു ഉമർ, അതേപോലെ ഒരു അൻസാരി സഹാബിയുടെ പേര് നിജപ്പെടുത്തപ്പെട്ടിട്ടില്ല. ചിലർ പറഞ്ഞത് അത് ജാബിർ ഇബ്നു അബ്ദുല്ലയാണ്. ഇങ്ങനെ ചില സഹാബികളിൽ നിന്നൊക്കെ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഹദീസുകൾ പലതും പ്രബലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പല ഹദീസുകളെയും, ഇവരിൽ നിന്ന് വന്ന പല ഹദീസുകളെയും പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടില്ല? പ്രബലപ്പെടുത്തിയിട്ടില്ല. പറയപ്പെട്ടതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസിൻ്റെ മകൻ അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായ അബൂ റാഫി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. പിന്നെ അനസിൽ നിന്നും ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഹദീസിൻ്റെ ഉള്ളടക്കം എന്താണ്? ഇപ്പോൾ
പിന്നെ അബ്ദുല്ലാഹിബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൻ്റെ ഉള്ളടക്കം തന്നെയാണ്. അബൂ റാഫി അല്ലെങ്കിൽ അനസ്, ചില വ്യത്യാസങ്ങളോട് കൂടിയാണ് എന്ന് മാത്രം. ആ ഹദീസിൻ്റെ തുടക്ക ഭാഗം ഞാൻ ഇവിടെ എഴുതിയത്. ഈ ഹദീസ് ഇവിടെ എഴുതാൻ കാരണം ഇത് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസിൻ്റെ മൗലയായ ഇക്രിമയിലൂടെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിവിടെ എഴുതാൻ കാരണം, അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം, ഇത് ഇനിയുണ്ട് തുടക്കം, ഈ ഹദീസ് തുടക്ക ഭാഗം മാത്രമാണ്. ഇതിവിടെ എഴുതാൻ കാരണം സലാത്തു തസാബീഹ് അല്ലെങ്കിൽ സലാത്തു തസ്ബീഹിൻ്റെ വിഷയത്തിൽ ഏറ്റവും, സലാത്തു തസ്ബീഹ് നമസ്കരിക്കാം എന്ന് പറയുന്നവർ പ്രബലപ്പെടുത്തിയതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഹദീസ് ഏതാണ്? ഈ ഹദീസാണ് എന്നുള്ളത് കൊണ്ടാണ് അതിവിടെ എഴുതിയത്. ഈ ഹദീസ് തന്നെ നേരിയ വ്യത്യാസങ്ങളോട് കൂടി അബൂ റാഫിയും മറ്റൊക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഇമാം അബൂ ദാവൂദിൻ്റെ റിവായത്തിൽ നിന്നാണ് ഈ തുടക്ക ഭാഗം എഴുതിയത്. ഇമാം തുർമുദിയും ഇബ്നു മാജയും ഇമാം അഹ്മദും ഹാക്കിമും മറ്റൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സലാത്ത് തസ്ബീഹിൻ്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടില്ല, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടില്ല, ഇമാം നസായിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഇത് സുനൻ, അഹ്ലു സുനനിൽ, സുനൻ്റെ ആളുകളിൽ ഇമാം അബൂ ദാവൂദ്, തുർമുദി, ഇബ്നു മാജ എന്നിവരാണ് ഇത് റിവായത്ത് ചെയ്തിട്ടുള്ളത്. സലാത്ത് തസ്ബീഹിൻ്റെ വിഷയത്തിൽ ചില സ്പെഷ്യൽ ഗ്രന്ഥരചനകൾ കാണാൻ സാധിക്കും. ഇമാം ദാറഖുത്നിക്ക് സലാത്തു തസ്ബീഹിൻ്റെ വിഷയത്തിൽ ഒരു കിതാബുണ്ട്. അൽ ഹാഫിദ് ഇബ്നു ഹജറിന് ഒരു കിതാബുണ്ട്. അതേപോലെ തന്നെ ഇമാം അസുയൂത്തിക്ക് ഒരു കിതാബുണ്ട്. അൽ ഖത്തീബുൽ ബഗ്ദാദിക്ക് ഒരു കിതാബുണ്ട് സലാത്തു തസ്ബീഹിൻ്റെ വിഷയത്തിൽ. വേറെയും കിതാബുകളുണ്ട് സലാത്ത് തസ്ബീഹിൻ്റെ വിഷയത്തിൽ. ഈ ഹദീസിൽ എന്താ സലാത്തു തസ്ബീഹ്? ഇതിപ്പോൾ സലാത്ത് തസ്ബീഹ് പിന്നെ ഹദീസ് പ്രബലപ്പെട്ടതാണോ, നിസ്കരിക്കണോ വേണ്ട, അതൊക്കെ വേറെ ഇത്. നമ്മൾ ആദ്യം അതിൻ്റെ ഇതൊരു മൗദൂഇയായിട്ട് നമ്മളതിൻ്റെ വിഷയം മനസ്സിലാക്കണം. എന്നിട്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായവും ഏതാണ് ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് അവസാനം ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസിനെ വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസിനെ വിളിക്കുകയാണ്, യാ അബ്ബാസ്, യാ അമ്മ. എന്താ യാ അമ്മ? റസൂലുള്ളാഹിൻ്റെ അമ്മ ആണ് ആര്? അമ്മ. പിതൃവ്യനാണ് ആര്? പിതൃ സഹോദരനാണ് അബ്ബാസ്. അതുകൊണ്ട് യാ അബ്ബാസ്, അബ്ബാസെ, യാ അമ്മ, പിതൃവ്യ, പിതൃവ്യ. അല ഉഅതീക്, ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. അല അംനഹുക്, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷൻ നൽകട്ടെ. അതേപോലെ അല അഹ്ബൂക്ക്, അഹ്ബൂക്ക് എന്ന് പറഞ്ഞാൽ അതും അത് തന്നെയാണ്, ഒരു പിന്നെ സമ്മാനം അല്ലെങ്കിൽ ഒരു പിന്നെ പുണ്യം നൽകുക, സമ്മാനം നൽകുക. ഏകദേശം ഒക്കെ തുല്യാർത്ഥത്തിലാണ്. അല ഉഅതീക്, അല അംനഹുക്, അല അഹ്ബൂക്ക്. അബൂ റാഫിൻ്റെ റിവായത്തിൽ അല അസിലുക്, അല അസിലുക് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ബന്ധം ചേർത്തട്ടെ എന്നാണ്. ഞാൻ നിങ്ങളോട് ബന്ധം ചേർത്തട്ടെ. അല അഹ്ബൂക്ക്, ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ എന്നാണ്. ഇത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ റിവായത്തിൻ്റെ തുടക്കമാണ്. എന്നിട്ട് ഇനിയാണ് അല അഫ്അലു ബിക അശ്റ ഖിസാലിൻ, അല അഫ്അലു ബിക്, ഞാൻ നിങ്ങളോടൊന്നിച്ച് ചെയ്യട്ടെ, ഞാൻ നിങ്ങളോടൊന്നിച്ച് ചെയ്യട്ടെ. ആരാ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസിനോട്. ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കേണ്ട ഭാഗമാണ് കേട്ടോ. അല അഫ്അലു ബിക്, ഞാൻ നിങ്ങളോടൊന്നിച്ച് ചെയ്യട്ടെ. അശ്റ ഖിസാലിൻ, 10 പ്രവൃത്തികൾ. അശ്റ ഖിസാൽ, 10 പ്രവൃത്തികൾ. ഇദാ ഫഅൽതഹ, ആ 10 പ്രവൃത്തികൾ നിങ്ങൾ ചെയ്താൽ, ഈ 10 പ്രവൃത്തികൾ നിങ്ങൾ ചെയ്താൽ, ഗഫറല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. ദംബക്, നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങളുടെ തെറ്റുകൾ. ഗഫറല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. ദംബക്, നിങ്ങളുടെ പ്രവൃത്തികൾ. അവ്വലഹു വ ആഖിറഹു, എന്താ അവ്വലഹു ആഖിറഹു? ആദ്യത്തെ തെറ്റും ഒടുക്കത്തെ തെറ്റും. ഉദ്ദേശം ആദ്യാന്തം. നിങ്ങളുടെ തെറ്റുകൾ ആദ്യാന്തം നിങ്ങൾക്ക് പുറത്തു തരും. ഖദീമഹു വ ഹദീസഹു, ഖദീം ഹദീസ്, ഖദീമഹു എന്ന് പറഞ്ഞാൽ പഴയത്, ഹദീസ് എന്ന് പറഞ്ഞാൽ പുതിയത്. ഖദീമഹു വ ഹദീസഹു, പഴയതും പുതിയതുമായ തെറ്റുകൾ. ഖതഅഹു വ അംദഹു,
എന്താ ഖത അംദ്? ഖത എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ ചെയ്തത്, അംദഹു ബോധപൂർവം ചെയ്തത്. നിങ്ങളുടെ തെറ്റുകളിൽ അബദ്ധത്തിൽ ചെയ്തതും വഅംദഹു ബോധപൂർവം ചെയ്തതും നിങ്ങൾക്ക് പുറത്തു തരും. സഗീറഹു വ കബീറഹു ചെറിയ തെറ്റും വലിയ തെറ്റും നിങ്ങൾക്ക് പുറത്തു തരും. സിർറഹു വ അലാനിയതഹു സിർറഹു രഹസ്യമായി ചെയ്ത തെറ്റും വ അലാനിയതഹു പരസ്യമായി ചെയ്ത തെറ്റും നിങ്ങൾക്ക് പുറത്തു തരും. വളരെ ഉഷാറാണ്. എന്താ 5-10 ഹിസാൽ പ്രവൃത്തികൾ ഞാൻ നിങ്ങളോടൊന്നിച്ച് ചെയ്യട്ടെ, നിങ്ങളത് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ അതിലെ അവലും ആഖിറും, അതിലെ ഖദീമും ഹദീസും, അതിലെ ഖതഉം അംദും, അതിലെ സഗീറും കബീറും, അതിലെ സിറുൻ അലാനിയത്തും ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. എല്ലാ തെറ്റും പുറത്തു തരും. അതെന്താണ്? പിന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൻ തുസല്ലിയ 4 റകഅത്തിൻ, നിങ്ങൾ 4 റകഅത്ത് നമസ്കരിക്കണം. 4 റകഅത്ത് നമസ്കരിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 4 റകഅത്ത് വിശദീകരിക്കുകയാണ്. എന്താ? അതിൽ ഒന്നാമത്തെ റകഅത്തിൽ നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹയും സൂറത്ത് മോദി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 15 തവണ പറയണം. എന്നിട്ട് നിങ്ങൾ റുക്കൂ ചെയ്യണം. റുക്കൂയിലായിരിക്കെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 10 തവണ പറയണം. നിങ്ങൾ റുക്കൂയിൽ നിന്ന് തല ഉയർത്തിയാൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 10 തവണ പറയണം. പിന്നെ നിങ്ങൾ സുജൂദ് ചെയ്ത് നിങ്ങൾ സുജൂദിലായിരിക്കെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 10 തവണ പറയണം. സുജൂദിൽ നിന്ന് നിങ്ങൾ തല ഉയർത്തി ഇരുന്നാൽ ഇരുത്തത്തിൽ നിങ്ങൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 10 തവണ പറയണം. വീണ്ടും രണ്ടാമത്തെ സുജൂദ് ചെയ്ത് സുജൂദിലായിരിക്കെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 10 തവണ പറയണം. എന്നിട്ട് നിങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റാൽ നിൽക്കുന്നതിന് മുമ്പായി ഇരുത്തത്തിൽ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കുമല്ലോ ജിൽസത്തുൽ ഇസ്തിറാഹ, എന്നിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 10 തവണ പറയണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞായിട്ട് റിവായത്തിലുള്ളത്. അപ്പോൾ അത് എത്രയായി? 75 തവണയായി. 75 തവണയായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ഇനിസ്തതഅത അൻ തുസല്ലിയഹ അൻ തഫ്അലഹ ഫീ കുല്ലി യൗമിൻ മറ ഫഫ്അൽ ഔ കമാ ഖാൽ, എല്ലാ ദിവസവും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അപ്രകാരം ചെയ്യുക. അതിനായിട്ടില്ല എങ്കിൽ ഫഫീ കുല്ലി ജുമുഅത്തിൻ, എല്ലാ ആഴ്ചയിലും ഒരു തവണ ചെയ്യുക. അതിനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ എല്ലാ മാസത്തിലും ഒരു തവണ ചെയ്യുക. അതിനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ എല്ലാ വർഷത്തിലും ഒരു തവണ ചെയ്യുക. അതിനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഫഫിൽ ഉംരി മറ, എന്താ ആയുസ്സിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുവരെയാണ് ഹദീസ്. മനസ്സിലായില്ല? ഇതാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നുള്ള നിവേദനത്തിൻ്റെ അതാണ് അതിൻ്റെ ഉള്ളടക്കം. അബൂ റാഫിൻ്റെ നിവേദനത്തിൽ ഇങ്ങനെ ഗഫറല്ലാഹു ലക ദംബക എന്നുള്ളതിന് പകരം ഏറ്റവും കൂടുതൽ പാപം ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും അള്ളാഹു നിങ്ങളുടെ പാപം പുറത്തു തരുന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ഇൻകുന്ത അഅ്ളമന്നാസി ഖതഅൻ ഗഫറല്ലാഹു ലക ഔ കമാ ഖാൽ, ജനങ്ങളിൽ ഏറ്റവും വലിയ പാപിയാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ പാപം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. ഈ ശൈലിയിൽ എന്ത് ചെയ്തിട്ടില്ല? പാപം പൊറുക്കുക എന്നുള്ളത് വന്നിട്ടില്ല. ചില റിവായത്തുകളിൽ മണൽ നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഉള്ള മണൽത്തരികളുടെ തെറ്റുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും അള്ളാഹു പാപം പുറത്തു തരും എന്നാണ് ആ വിഷയത്തിൽ ഈ നമസ്കാരത്തിൻ്റെ ഫലമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ സലാത്ത് തസ്ബീഹ് പല സഹാബികളിൽ നിന്നുമായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഉദ്ധരിക്കപ്പെട്ട പല റിവായത്തുകളെക്കുറിച്ച് പണ്ഡിതന്മാരത് ദുർബലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയപ്പെട്ടതിൽ ഏറ്റവും ബലപ്പെട്ട ഒരു റിവായത്താണ് ആരുടെ റിവായത്ത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നുള്ളതായ റിവായത്ത്. ഈ റിവായത്ത് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തുർമുദിയും ഇബ്നു മാജയും ഇമാം അഹ്മദും മറ്റുമൊക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്.
ഇമാം അബൂദാവൂദ് പറഞ്ഞതായി മകൻ അബൂബക്കർ പറയുന്നത് സലാത്തു തസ്ബീഹിൻ്റെ വിഷയത്തിൽ ഇതിനേക്കാൾ സഹീഹായ ഒരു റിവായത്തില്ല എന്നാണ്. അപ്പോൾ ഇത് പിന്നെ ആണ് ഏറ്റവും ആ വിഷയത്തിൽ സഹീഹായത് എന്നുള്ളതാണത് അനുകൂലിക്കുന്നവരുടെ പക്ഷം. ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇമാം മുസ്ലിം പറഞ്ഞതായി ഈ ഹദീസിനെ ബലപ്പെടുത്തിയിട്ട് ഇമാമുൽ മുൻദിരി പറഞ്ഞത്, ഇമാം മുസ്ലിം പറഞ്ഞു പിന്നെ സലാത്ത് ഈ വിഷയത്തിൽ ഇതിനേക്കാൾ നല്ല ഒരു ഇസ്നാദ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇമാം മുസ്ലിം പറഞ്ഞതായിട്ട് ഇമാം മുൻദിരി പറയാണ്. ഇമാം മുസ്ലിം സഹീൽ എന്ത് ചെയ്തിട്ടില്ല, ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ ഈ ഒരു പിന്നെ റിവായത്താണ് അതിൽ കൂട്ടത്തിൽ ഏറ്റവും ബലപ്പെട്ടതായിട്ട് പറയപ്പെട്ടുള്ളത്. സലാത്തു തസ്ബീഹിൻ്റെ വിഷയത്തിലെ ഹദീസ് അതിനെ പൂർവ്വകാലത്തുള്ള പണ്ഡിതന്മാർ പലരും അനുകൂലിച്ചിട്ടുണ്ട്, പിൽക്കാലക്കാരും അനുകൂലിച്ചിട്ടുണ്ട്. അതിനെ സഹിയാക്കിയിട്ടുണ്ട് പൂർവ്വകാലത്തുള്ളവർ, പിൽക്കാലക്കാരും സഹിയാക്കിയിട്ടുണ്ട്. എന്നാൽ പൂർവ്വകാലത്തുള്ളവരും അതിനെ പലരും ദുർബലപ്പെടുത്തിയിട്ടുണ്ട്, പിൽക്കാലക്കാരും ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. പൂർവ്വകാലത്ത് ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതന്മാരിൽപ്പെട്ടവർ ഇമാം അബൂബക്കർ ആജുരി, അതേപോലെ അബൂ മുഹമ്മദ് അബ്ദുറഹീം ഉൽ മിസ്രി, അബുൽ ഹസൻ അൽ മഖ്ദിസി, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് അദ്ദേഹം സലാത്ത് തസ്ബീഹ് നിസ്കരിച്ചിരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സലാത്ത് തസ്ബീഹിനെ ഹദീസിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും പണ്ഡിതന്മാരുണ്ട്. ചിലർ സലാത്ത് തസ്ബീഹിൻ്റെ വിഷയത്തിൽ കുറച്ച് തീവ്രതയിൽ 40-ലേറെ പണ്ഡിതന്മാർ ഇതിനെ സഹീഹാക്കിയിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പിന്നെ അത്ര തന്നെ ഒരു ശരിയുടെ പക്ഷമല്ല. പിൽക്കാലക്കാരിൽ അഹ്ലുൽ ഹദീസിൻ്റെ പല പണ്ഡിതന്മാരും സലാത്ത് തസ്ബീഹിൻ്റെ ഹദീസിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ പ്രബലരാണ് ആര്? ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അൽബാനി സലാത്ത് തസ്ബീഹിൻ്റെ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സലാത്ത് തസ്ബീഹിൻ്റെ വിഷയത്തിൽ പൂർവ്വകാലത്തും പിൽക്കാലത്തും ഈ ഹദീസ് ദുർബലമാണ് എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതന്മാരുണ്ട്. ചിലർ ദുർബലം എന്ന് മാത്രമല്ല, വ്യാജനിർമ്മിതമായ ഹദീസുകളിലാണ് ഈ ഹദീസിനെ കൊണ്ടുപോയി കെട്ടിയിട്ടുള്ളത്. വ്യാജനിർമ്മിതമായ ഹദീസ് ഉണ്ടല്ലോ, റസൂലുള്ളാഹിൻ്റെ പേരിൽ കളമായി കെട്ടിയുണ്ടാക്കിയ ഹദീസുകളെ ക്രോഡീകരിച്ചപ്പോൾ ആ കൂട്ടത്തിലാണ് ഇതിനെ ദുർബലം എന്ന് പറഞ്ഞിട്ട് അതിനെ ചേർത്തിട്ടുള്ളത്. പൂർവ്വകാലത്ത് ഇതിനെ ദുർബലപ്പെടുത്തിയ പണ്ഡിതന്മാരിൽ പെട്ടതാണ് ഇമാം ഇബ്നു ഖുസൈമ. അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്, ഇബ്നു ഖുസൈമ സഹീഹിൽ. എന്നിട്ട് ഇബ്നു ഖുസൈമ പറഞ്ഞു, ഇൻ സഹൽ ഖബർ, ഈ ഖബർ സഹീഹാണെങ്കിൽ തന്നെയും ഫഇന്ന ഫി ഹാദൽ ഇസ്നാദി ഫിൽ ഖൽബി മിനു ഷൈ, ഈ സനദിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ എന്തുണ്ട്, ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അത് സഹീഹാണ് അല്ലെങ്കിൽ ഇത് കൊണ്ട് അമലെടുക്കാം എന്നുള്ളത് പറയാൻ വയ്യ എന്ന അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇമാം ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അബൂബക്കർ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂബക്കർ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഈ വിഷയത്തിൽ സഹീഹും ഹസനുമായിട്ട് ഒരു ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. സഹീഹും ഹസനുമായിട്ട് ഒരു ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. അബൂ ജാഫർ അൽ ഉഖൈലി ഇതേപോലെ തന്നെയാണ്. സലാത്ത് തസ്ബീഹിൻ്റെ വിഷയത്തിൽ സഹീഹായ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്, വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഫി ഇസ്തിഹ്ബാബിഹ നദറുൻ, സലാത്ത് തസ്ബീഹ് സുന്നത്താണ് എന്ന് പറയുന്നതിൽ, അതിനെ സുന്നത്താക്കുന്നതിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താ? കാരണം ഇമാം നവവി പറയുന്നത് അതിൽ ഹദീസ് സഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഹദീസ് സാബിത്തല്ല ഈ വിഷയത്തിൽ എന്നാണ് ഇമാം നവവി പറഞ്ഞത്. ഇമാം നവവിക്ക് ചില വ്യത്യസ്ത വീക്ഷണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇമാം നവവിയുടെ തൂക്കം ഈ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇമാം നവവി പറയുന്നുണ്ട്, ഈ നമസ്കാരത്തിൻ്റെ ഹൈഅത്തുണ്ടല്ലോ, രൂപം മറ്റ് നിസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിൻ്റെ രൂപം നോക്കിയേ, ഇതര നിസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ നമസ്കാരത്തിൻ്റെ രൂപം.
അങ്ങനെയുള്ള ഒരു രൂപമുള്ള ഈ ഒരു ഹദീസ് ഒരു ദഈഫായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുക എന്നുള്ളത് അത് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് സുന്നത്താണ് എന്ന് പറയുന്നത് അത് ചിന്തിച്ചു വേണം എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷം. ഇബ്നു ഹജർ അദ്ദേഹത്തിന് തൽഖീസുൽ ഹബീർ എന്ന കിതാബുണ്ട്. തൽഖീസുൽ ഹബീറിൽ ഇബ്നു ഹജർ ഇതിൻ്റെ സനദുകൾ എല്ലാം അതിൻ്റെ തുറുക്കുകൾ റിപ്പോർട്ടുകളെല്ലാം ദുർബലമാണ് എന്നാണ് ഇബ്നു ഹജർ പറഞ്ഞത്. ഇബ്നു ഹജർ അസ്കലാനി പറയുമ്പോൾ ഇബ്നു ഹജറിന് എന്തുണ്ട്, സലാത്ത് തസ്ബീഹിൽ ഒരു കിതാബുണ്ട്. ഇബ്നു ഹജറിന് അൽ ഖിസാലുൽ മുകഫിറ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ആ കിതാബിൽ ഇബ്നു ഹജറിനെ കുറിച്ച് ചിലർ പറയുന്നത് ഇബ്നു ഹജർ ഇതിൻ്റെ സനദിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹസനാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇബ്നു ഹജർ തൽഖീസുൽ ഹബീറിൽ പറയുന്നത് ഇതിൻ്റെ രൂപമുണ്ടല്ലോ, ഈ നിസ്കാരത്തിൻ്റെ രൂപം അതൊരു പ്രത്യേക രൂപമാണ് ഇതര നിസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷം ആ എഴുതിയതനുസരിച്ച് അദ്ദേഹം ഇതിനെ ഈ സലാത്ത് തസ്ബീഹിനെ എന്ത് ചെയ്യണില്ല, മൂപ്പര് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ പറഞ്ഞതായിട്ട് ഇബ്നു തൈമിയൻ്റെ ശിഷ്യൻ ഇബ്നു മുഫ്ലിഹ് അൽ ഫുറൂ എന്ന പ്രസിദ്ധമായ കിതാബിൻ്റെ ഓദറാണ് ഇമാം ഇബ്നു മുഫ്ലിഹ് അൽ മഖ്ദസി. ഇബ്നു മുഫ്ലിഹ് പറയാണ്, ഞങ്ങളുടെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ സലാത്ത് തസ്ബീഹിൻ്റെ ഹദീസ് അത് സഹീഹല്ല, ബാത്തിൽ ഹദീസ് ബാത്തിലാണ്, അത് തീർത്തും വ്യർത്ഥമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ആര് പറഞ്ഞത്? ഇബ്നു മുഫ്ലിഹ് പറഞ്ഞ ഇബ്നു തൈമിയയെക്കുറിച്ച്. ഇബ്നു തൈമിയ സലാത്ത് തസ്ബീഹിൻ്റെ ഹദീസ് അത് ദുർബലമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതനാണ്. അതേപോലെ തന്നെ ഇമാം അൽ മുസ്സി അബുൽ ഹജ്ജാജ് അറിയപ്പെട്ട പണ്ഡിതൻ, അദ്ദേഹവും ഈ ഹദീസിനെ ദുർബലമാണ് എന്ന പക്ഷക്കാരനാണ്. അപ്പോൾ അബൂ ജാഫർ അൽ ഉഖൈലി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അബൂബക്കർ ഇബ്നുൽ അറബി, അതേപോലെ അബുൽ ഹജ്ജാജ് അൽ മിസ്സി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ സലാത്ത് തസ്ബീഹിൻ്റെ ഹദീസ് അത് ദുർബലമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. ഈ ഹദീസിൻ്റെ സനദിൽ എല്ലാവരുടെ റിവായത്തിലും മൂസ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ റാവിയുണ്ട്. മൂസ ഇബ്നു അബ്ദുൽ അസീസ് അദ്ദേഹം ഇതിൻ്റെ സനദിൽ ഒരു ദുർബല റാവിയാണ് എന്നാണ് ഈ ഹദീസിനെ ദുർബലപ്പെടുത്തിയ പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുള്ളത്. മൂസ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന റാവി അദ്ദേഹം ദുർബല റാവിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്തുണ്ട്, അദ്ദേഹം ചിലർ മജ്ഹൂൽ എന്ന് പറഞ്ഞു, ചിലർ അദ്ദേഹത്തെക്കുറിച്ച് സയ്യിഉൽ ഹിഫ്ള് മോശം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ ബലപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബലപ്പെടുത്തിയവരെന്ത് ചെയ്യും, ആ നിലക്ക് ഹദീസിനെ പ്രബലപ്പെടുത്തും. പക്ഷേ ഇബ്നു ഹജറൊക്കെ പറഞ്ഞതുപോലെ ഈ മൂസ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ച് എന്തുണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ സംസാരമുണ്ട്. ഈ റിവായത്ത് കൊണ്ട് അദ്ദേഹം ഒറ്റപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒറ്റപ്പെട്ട് പരിഗണനീയമായിട്ടുള്ള ഒരു മുതാബിഅോ ഷാഹിദോ ഈ ഹദീസിനില്ലാത്ത, എന്നാൽ മറ്റ് ബലപ്പെട്ട റിവായത്തുകൾ ഇല്ലാത്തത് കാരണത്താൽ ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ പരിഗണിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഏതായാലും ഞാനത് ഇപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ അതിൻ്റെ ഹദീസിനെ കുറിച്ചുള്ളതായ ഹദീസ് പണ്ഡിതന്മാരുടെ നിലപാടാണ്. പൂർവ്വകാലത്തുള്ള പണ്ഡിതന്മാർ പലരും ഇതിനെ ദുർബലപ്പെടുത്തി എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് ഇപ്പോൾ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ പൂർവ്വകാലത്തുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ തന്നെ ഈ സലാത്ത് തസ്ബീഹിൻ്റെ ഹദീസ് അത് സഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ള പക്ഷക്കാരാണ്. അതിൻ്റെ സനദ് ദുർബലമാണ് എന്നുള്ള പക്ഷക്കാരാണ്. ഇനി ഇതിൻ്റെ മത്തിനെ കുറിച്ച്, ഇപ്പോൾ സനദിനെ കുറിച്ച് അതിലെന്തുണ്ട്, ഒരു മൂസ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന റാവിണ്ട്. ആ റാവിനെ കുറിച്ചാണ് പലരും പ്രബലനല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസിനെ ദുർബലപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ ഈ ഹദീസിൻ്റെ മത്തിന് നോക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഷെയ്ഖ് ഇപ്പോൾ മദീനത്തെ അറിയപ്പെട്ട ഒരു ഹദീസ് പണ്ഡിതനാണ്, ഇന്നും ജീവിച്ചിരിപ്പുള്ള ഞങ്ങളുടെയൊക്കെ അധ്യാപകനായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ
ഇബ്നു അബ്ബാദ് അൽ ബദർ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ. ഇന്നും അദ്ദേഹത്തിന് മസ്ജിദ് നബവിയിൽ ക്ലാസ് ഉണ്ട്, പണ്ട് മുതലേ തുടരുന്ന ക്ലാസ്സാണ്. റൗദയുടെ തൊട്ട് ആയിട്ട് അദ്ദേഹത്തിന് ബ്ലൈൻഡാണ് അദ്ദേഹം. പണ്ട് മുതലുള്ള വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ. ഞങ്ങൾക്ക് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അഖീദ ക്ലാസ് എടുത്തിരുന്ന ഷെയ്ഖാണ് അദ്ദേഹം. ഈ സുനൻ അബീ ദാവൂദിനെ ഷറഹ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേറെയും ഷുറൂഹുകളുണ്ട്. ഈ സുനൻ അബൂ ദാവൂദിൻ്റെ ഷറഹിൽ അദ്ദേഹം ഈ ഹദീസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ സനദിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം മതനെ കുറിച്ച് നിരൂപിച്ചതായ നിരൂപണങ്ങൾ വളരെ പ്രസക്തമാണ്. ഈ ഹദീസിൻ്റെ മതനുണ്ടല്ലോ, ഈ ഉള്ളടക്കം, അതിനെക്കുറിച്ച് നിരൂപിച്ചതായ നിരൂപണങ്ങൾ വളരെ പ്രസക്തമാണ്. അതെന്താണ്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസിനോട് ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയണത്? യാ അബ്ബാസ് യാ അമ്മാല ഉഅതീക് അലാ അംനഹുക് അലാ അഹ്ബുക് എന്ന് പറഞ്ഞിട്ട് അലാ അഫ്അലു ബിക അശ്റ ഖിസാലിൻ, നിങ്ങളോടൊത്ത് ഞാൻ 10 പ്രവൃത്തി ചെയ്യട്ടെ എന്നാണ്. 10 പ്രവൃത്തി ചെയ്യട്ടെ എന്നാണ്. എവിടെയാണ് ഈ ഹദീസിൽ ആ 10 പ്രവൃത്തി? നിങ്ങളോടൊത്ത് ഞാൻ 10 കർമ്മങ്ങൾ ചെയ്യട്ടെ. ആ കർമ്മം ചെയ്താലാണ് ഈ പ്രതിഫലം, അല്ലേ? എന്താ പ്രതിഫലം? ഇൻ ഫഅൽതഹ, അത് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഗഫറല്ലാഹു ലക ദംബക്, നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു നിങ്ങൾക്ക് പൊറുക്കും. അവ്വലഹു വ ആഖിറഹു ഖദീമഹു വ ഹദീസഹു ഖതഅഹു വ അംദഹു സഗീറഹു വ കബീറഹു സിർറഹു വ അലാനിയതഹു. ഈ തെറ്റുകളൊക്കെ പൊറുക്കും എന്നാണ്. എന്ത് ചെയ്താൽ? 10 പ്രവൃത്തികൾ ചെയ്താൽ. അശറ ഖിസാൽ. ഈ 10 ഖിസാൽ എവിടെയാണ് ഹദീസിൽ? എന്താണ് 10 പ്രവൃത്തികൾ? അത് റസൂലുള്ളാഹിയിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ ഹദീസിൽ നിന്ന് അത് വ്യക്തമാണോ? അത് വ്യക്തമല്ല. 10 പ്രവൃത്തി ഞാൻ നിങ്ങളോടൊത്ത് ചെയ്യട്ടെ, അത് ചെയ്താലാണ് ഇത് എന്നാണ് പറഞ്ഞത്. നിങ്ങളത് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ പ്രതിഫലം എന്നാണ് പറഞ്ഞത്. എന്താണ് 10 പ്രവൃത്തി? ആ 10 പ്രവൃത്തി ചിലർ പറഞ്ഞത്, ഹദീസിനെ പ്രബലപ്പെടുത്തി ചിലർ പറഞ്ഞത് 10 ഖിസാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതാണ് 10 പ്രവൃത്തി. അത് 10 പ്രവൃത്തിയാണോ അതോ 10 പ്രതിഫലമാണോ? അതായത് ഈ പ്രവൃത്തി ചെയ്താൽ കിട്ടണ നേട്ടം പറയാണ്. തെറ്റുകൾ അത് അവ്വലും ആഖിറും, തുടക്കവും ഒടുക്കവും. ഖദീം ഹദീസ്, പഴയത് പുതിയത്. ഖത അംദ്, അബദ്ധം സുബദ്ധം. സഗീർ കബീർ, ചെറുത് വലുത്. സിർറഹു ആലാനിയതഹു, രഹസ്യം പരസ്യം. ഇതൊക്കെ പൊറുക്കുന്നതാണ്. അപ്പോൾ അത് 10 ചെയ്യേണ്ട പ്രവൃത്തികളല്ല, പ്രവൃത്തി ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് 10 എന്നുള്ളത് എന്തല്ല, വ്യക്തമല്ല. അതാണ് അശറ ഖിസാൽ എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമല്ല. പിന്നെ ചിലർ പറഞ്ഞത് അതിൽ വരുന്ന തസ്ബീഹാത്തുകളാണെന്നാണ്. ഇതിൽ എണ്ണപ്പെടുന്നതായ തസ്ബീഹാത്തുകളാണ്. ആ തസ്ബീഹാത്തുകൾ എങ്ങനെയാണ് 10? എങ്ങനെയാണ് തസ്ബീഹാത്തുകൾ 10 എന്നത്? ഒരു റക്കായത്തിൽ നോക്കൂ നിങ്ങൾ. ഒരു റക്കായത്തിൽ 15, പിന്നെ 10 75. അത് 4 റക്കായത്തുകളിൽ 75 75 75 75 300. എവിടെയാണ് 10 ഖിസാൽ? ആ 10 പ്രവൃത്തി ചെയ്താലാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ. അതെവിടെ? ഹദീസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അത് വ്യക്തമാക്കി കൊടുത്തത് എവിടെയാണ്? അത് ഇതിൽ വന്നിട്ടില്ല, വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മത്തിനിൽ തികഞ്ഞ നക്കാറത്തുണ്ട് എന്നാണ്, അസ്വീകാര്യമായ ഒരു വശമുണ്ട് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പിന്നെ ഒരു മനുഷ്യൻ്റെ തെറ്റുകൾ, വൻപാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, വൻപാപങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ ആവശ്യമാണ്, തൗബ ചെയ്യണം. പുണ്യപ്രവൃത്തികൾ ആരെയാണ് പൊറുക്കുക? പുണ്യപ്രവൃത്തികൾ ചെറുപാപങ്ങളാണ് പൊറുക്കുക. സൽപ്രവൃത്തികൾ പൊറുക്കൽ ആരാണ്? ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന ബിസയ്യാത്ത്. സൽപ്രവൃത്തികൾ തിന്മകളെ മായ്ക്കും. ഏത് തിന്മകളെ മായ്ക്കുക? ചെറിയ തിന്മകളെയാണ് മായ്ക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമദാനു ഇലാ റമദാൻ. എന്താ? മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദ ജുതുനിബത്തിൽ കബായിർ എന്നാണ്. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ഒക്കെ സൽപ്രവർത്തികളാണ്.
അവക്കിടയിലുള്ള തെറ്റുകളെ മായിക്കുമെന്നാണ്. അവക്കിടയിലുള്ള തെറ്റുകളെ പോക്കും. ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ 2 ജുമാകളുണ്ടല്ലോ, തെറ്റുകളെ പോക്കുമെന്നാണ്. എപ്പോൾ? ഇത് ജുത്തുനിബത്തിൽ കബായിർ, വൻപാപങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ. അപ്പോൾ വൻപാപങ്ങൾ പൊറുക്കാൻ എന്ത് പറ്റൂല? കേവല പുണ്യപ്രവൃത്തികൾ പോരാ, തൗബ തന്നെ വേണം. ജുമാ മുതൽ ജുമാ വരെ, റമദാൻ മുതൽ റമദാൻ വരെ അവകൾ എന്ത് ചെയ്യും? ചെറു തെറ്റുകളെ പൊറുക്കും. വൻപാപങ്ങൾ മനുഷ്യനെ ഒഴിവാക്കുന്നിടത്തോളം കാലം എന്നാണ്. എന്ത് ചെയ്യണം? അത് ഒഴിവാക്കുക തന്നെ വേണം. ഇവിടെ ഈ 4 റക്അത്ത് നമസ്കാരം ഒരു മനുഷ്യൻ്റെ ചെറുപാപങ്ങളെ ഇല്ല, പിന്നെയോ എല്ലാ പാപങ്ങളും വൻപാപങ്ങളടക്കം പോക്കുന്ന പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങൾ വിരോധിക്കപ്പെടുന്ന വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണ് എങ്കിൽ നുകഫിർ അൻകും, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും, സയ്യിആതികും, നിങ്ങളുടെ ചെറുപാപങ്ങൾ. അപ്പോൾ വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ചെറുപാപങ്ങൾ നിങ്ങൾക്ക് നാം പുറത്തു തരും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വൻപാപങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ചെറുപാപങ്ങൾ ഒഴിവാക്കി തരും. സൽപ്രവർത്തികൾ ഒരു മനുഷ്യൻ്റെ ചെറുപാപങ്ങളെയാണ് എന്ത് ചെയ്യുക? മായിച്ച് കളയുക. ഇവിടെ ഈ ഒരു സൽപ്രവൃത്തി, സലാത്ത് തസ്ബീഹ് എന്ന് പറയുന്നത് ഒരു സൽപ്രവൃത്തിയാണ് എന്നുള്ളത് സമ്മതിച്ചാൽ തന്നെയും ആ സൽപ്രവൃത്തി പൊറുക്കണത് എന്തൊക്കെയാണ്? ചെറുപാപങ്ങളാണ്, വൻപാപങ്ങളാണ്. അത് ശരിക്ക് പ്രമാണങ്ങളോട് ഏറ്റുമുട്ടുന്ന സംഗതിയാണ്. ബലപ്പെട്ട സ്ഥിരപ്പെട്ട പ്രമാണങ്ങളോട് ഏറ്റുമുട്ടുന്ന ഒരു വിഷയമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ 10 ഹിസാൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 ഹിസാൽ ഏത് എന്നുള്ളത് ഇതിൽ വ്യക്തമല്ല. അവ്വൽ, ആഖിർ, ഖദീം, ഹദീസ്, ഖത, അംദ്. ഖത എന്ന് പറഞ്ഞാൽ അബദ്ധം, അംദ് പറഞ്ഞാലോ സുബദ്ധം, സഹീർ എന്ന് പറഞ്ഞാൽ ചെറിയ പാപം, കബീർ എന്ന് പറഞ്ഞാൽ വലിയ പാപം, എല്ലാം പൊറുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു മുലാഹല ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ശക്തമായിട്ട് ഉണർത്തിയിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഒരു വിഷയമുള്ളത്, ഒരാൾ നിസ്കരിച്ചാൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് എണ്ണണമെന്ന് ആലോചിച്ച് നോക്കാണി. നൃത്തത്തിൽ 15 തവണ എന്ത് ചെല്ലണം? ഫാത്തിഹയും സൂറത്ത് ഓതിയതിന് ശേഷം 15 തവണ ഇത് ചെല്ലണം. പിന്നെ റുക്കൂഇൽ, പിന്നെ നൃത്തത്തിൽ, പിന്നെ സുജൂദിൽ, ഇരുത്തത്തിൽ, പിന്നെ അത് കഴിഞ്ഞുള്ള സുജൂദിൽ 10 തവണ. അപ്പോഴും അത് എണ്ണുന്ന കാര്യം 10 എടുത്തിട്ട എണ്ണ കൃത്യം വരണ്ടേ? ജിൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറഞ്ഞാൽ എന്താ ജിൽസത്തുൽ ഇസ്തിറാഹ? അതായത് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ സുജൂദിൽ നിന്ന് നേരിട്ട് വരാതെ ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതെത്ര സമയമാണ്? അതിലൊരു പ്രത്യേക ദിക്റോ ദുആയോ ചെല്ലാനില്ല. പിന്നെയോ നേരിട്ട് എഴുന്നേൽക്കുന്നതിന് പകരം ഇരുന്ന് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അത് ഒരു കുറഞ്ഞ സമയമാണ്. അതിൽ 10 തവണ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നൊരാൾ ചൊല്ലിയാൽ എത്ര നേരം ഇരിക്കണം? ജിൽസത്തുൽ ഇസ്തിറാഹ അങ്ങനെ ഒരു ദിക്ർ ചൊല്ലി ദുആ ചൊല്ലി ഇരിക്കാനുള്ള ഒരു ജിൽസയല്ല അത്. നേരിട്ട് എഴുന്നേൽക്കുന്നതിന് പകരം ഇരുന്നിട്ട് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതിലൊരാൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ളത് മനസ്സാന്നിധ്യത്തിൽ ചൊല്ലിയാൽ എത്ര സമയം ഇരിക്കണം എത്ര സമയം എന്നുള്ളത്? അപ്പോൾ ഇത് അറിയപ്പെട്ട നമസ്കാര രീതിക്ക് തീർത്തും എതിരായ ഒരു ശൈലിയാണ്. ഫർദ് നമസ്കാരത്തിൽ ജൽസത്തുൽ ഇസ്തിറാഹ ഉണ്ട്, അത് ഉണ്ട്, ജൽസത്തുൽ ഇസ്തിറാഹ ഇരിക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം. മനസ്സിലായി? മാത്രമല്ല ചില ഹനഫികൾക്കും സൂഫികൾക്കും ജിൽസത്തുൽ ഇസ്തിറാഹ അല്ല, നിസ്കാരത്തിൽ എന്തില്ല, അവർക്ക് ജിൽസത്തുൽ ഇസ്തിറാഹ അല്ല, നേരിട്ട് സുജൂദുന്നുണ്ട്, നേരിട്ട് നിവരുക എന്നുള്ളതാണ് ഹനഫികളിൽ ചിലരുടെയും അതേപോലെ തന്നെ സൂഫികളുടെ ചിലരുടെയും പക്ഷം. അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്തറിയോ? അവർ ചെയ്തത് ജിൽസത്തുൽ ഇസ്തിറാഹയിൽ സലാത്ത് തസ്ബീഹിൽ എന്തില്ല, അവർക്ക് തസ്ബീഹില്ല, ഈ 10 ചെല്ലലില്ല. പിന്നെ അവരത് സ്ഥലം മാറ്റി. അവരുടെ നമസ്കാരത്തിൽ എങ്ങനെയെന്നറിയാം? 4 റക്അത്താണ് സലാത്ത് തസ്ബീഹ്. ആ 4 റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് 15 തവണ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹയും സൂറത്ത് ഓതിയതിന് ശേഷം 10 തവണ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഈ 10 തവണ ഇവിടുത്തെ 10 തവണയാണ്. ജിൽസത്തുൽ ഇസ്തിറാഹയിലെ 10 തവണ അവിടുന്ന് കൊണ്ടുവന്നിട്ട് അവർ ഇവിടെ വെച്ച്. അപ്പോൾ അവർക്ക് ജിൽസത്തുൽ ഇസ്തിറാഹ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇത് ചെല്ലുന്നതിന് പകരം
അവർ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജൽസത്തുൽ ഇസ്തിറാഹയിൽ ചെല്ലേണ്ട തസ്ബീഹ് ചൊല്ലിയിട്ടുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം പ്രധാനമായിട്ട് അബ്ദുല്ലാ ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്കറിയാം അബ്ദുല്ലാ ഇബ്നുൽ മുബാറക് അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസാണ്, ഹദീസിൽ അമീറുൽ മുഅ്മിനീനാണ് അദ്ദേഹം, അറിയപ്പെട്ട പണ്ഡിതനാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളതായ പണ്ഡിതന്മാരുടെ ഉസ്താദാണ്. ശരിയാണ്. ഇമാം അബ്ദുല്ലാ ഇബ്നുൽ മുബാറക് സലാത്തു തസ്ബീഹ് നിർവഹിച്ചിട്ടുണ്ട്, അദ്ദേഹം അതുകൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് സലാത്തു തസ്ബീഹിൻ്റെ വിഷയത്തിൽ അതിനെ അനുകൂലിക്കുന്നവർ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇമാം അബ്ദുല്ലാ ഇബ്നുൽ മുബാറക് അദ്ദേഹം നിർവഹിച്ച സലാത്തു തസ്ബീഹ് ഈ റിവായത്തിൽ വന്നതുപോലെയല്ല. ഇപ്പം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ, അബ്ദുല്ലാ ഇബ്നുൽ മുബാറക് നിർവഹിച്ച സലാത്തു തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതി ഈ ആളുകൾ പ്രബലപ്പെടുത്തുന്ന ഈ റിപ്പോർട്ടിൽ വന്നതുപോലെയല്ല. അബ്ദുല്ലാ ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി നിർവഹിച്ച സലാത്ത് തസ്ബീഹിൻ്റെ രീതി അത് നിസ്കാരത്തിൽ കൈ കെട്ടിയിട്ട് 15 തവണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുക. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തും ഓതിയതിന് ശേഷം പിന്നെ 10 തവണ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയാം. പിന്നെ മറ്റേതുള്ളത് മറ്റ് ഇതിൽ പറയപ്പെട്ടതുപോലെ. അപ്പോൾ അബ്ദുല്ലാ ഇബ്നുൽ മുബാറക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അബ്ദുല്ലാ ഇബ്നുൽ മുബാറക് ഇതിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് അവർ പറയുന്ന സലാത്ത് തസ്ബീഹിൻ്റെ രീതിയല്ല ആരുടെ അടുക്കൽ, അബ്ദുല്ലാ ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ഇനിയും ചില കാര്യങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ് സലാത്ത് തസ്ബീഹുമായി ബന്ധപ്പെട്ട് നമ്മൾ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഇത് ഒരു ആളുകൾ ഭയങ്കര ഇത് ആളുകൾ വാശിയിൽ ചെയ്യുകയും അതേപോലെ തന്നെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോൾ ഈ സലാത്ത് തസ്ബീഹിൻ്റെ വിഷയത്തിൽ അതിനെ പണ്ഡിതന്മാർ വിലയിരുത്തിയത് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. പ്രത്യേകിച്ച് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ ഇതിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഉണർത്തിയൊരു സംഗതി അത് ഇവിടെ വളരെ പ്രസക്തമായൊരു ഭാഗമാണ്. സഹാബികളിൽ ആരും സലാത്തു തസ്ബീഹ് നിർവഹിച്ചതായി സ്ഥിരപ്പെട്ടിട്ടില്ല. സഹാബികളാരും ഇത് നിർവഹിച്ചതായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഇവിടെ അബ്ബാസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞതായിട്ടാണ്. അതേപോലെ തന്നെ ചില സഹാബികളിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരാരും ഇത് നിർവഹിച്ചതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. സലാത്ത് തസ്ബീഹ് നിർവഹിച്ചതായിട്ട് ചില താബിഈങ്ങളിലേക്കാണ് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. താബിഈങ്ങളിൽപ്പെട്ട അബ്ദുല്ലാ ഇബ്നുൽ മുബാറക്കാണ് ആ വിഷയത്തിൽ പ്രസിദ്ധൻ. ഞാൻ പറഞ്ഞ അബ്ദുല്ലാ ഇബ്നുൽ മുബാറക്കിൻ്റെ നമസ്കാരത്തിൻ്റെ രീതി, അദ്ദേഹത്തിന് ധരിക്കപ്പെടുന്ന നമസ്കാരത്തിൻ്റെ രീതി തന്നെ എന്താണ്, ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ്. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ ഈ 3 പണ്ഡിതന്മാർ ഈ നമസ്കാരത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയണം ലം യസ്മഊഹ ബിൽ കുല്ലിയ എന്നാണ്. അവരിതിനെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല എന്നാണ്. ഇബ്നുൽ മുഫ്ലിഹ് പറയാണ്, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം മാലിക് ഈ 3 ഇമാമന്മാർ ലം യസ്മഊഹ ബിൽ കുല്ലിയ സലാത്തു തസ്ബീഹ് എന്ന പേരിലൊരു നിസ്കാരം അവർ കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ സലാത്തു തസ്ബീഹിനെ കുറിച്ച് ഇമാം അബൂ ഹനീഫയോ അതേപോലെ ഇമാം ഷാഫിഈയോ ഇമാം മാലിക്കോ എന്തെങ്കിലും പറഞ്ഞതായിട്ടില്ല. അവരുടെ ഗ്രന്ഥങ്ങളിലുമില്ല. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ രീതി ഉണ്ടല്ലോ, നമസ്കാരം, പിന്നെ നിർബന്ധ നമസ്കാരങ്ങൾ, റവാത്തിബ് നമസ്കാരങ്ങൾ, ഇതര ഐച്ഛിക നമസ്കാരങ്ങൾ, സലാത്തു ദുഹ, അതേപോലെ തന്നെ സലാത്തു തറാവീഹ്, സലാത്തുൽ വിത്ർ, ഇങ്ങനെ കുറേ ഉണ്ടല്ലോ, സലാത്തുൽ കുസൂഫ്, സലാത്തുൽ ഈദൈൻ, ഇങ്ങനെ കുറേ നമസ്കാരങ്ങളുണ്ട്. സലാത്തു തസ്ബീഹ് എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തെക്കുറിച്ച് ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ ഇവർ അവരെക്കുറിച്ച് പറയുന്നത് ലം യസ്മഊഹ ബിൽ കുല്ലി, അങ്ങനെ ഒരു നിസ്കാരം അവർ കേട്ടിട്ടേ ഇല്ല എന്നാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലാണ് സലാത്ത് തസ്ബീഹിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ച് സലാത്ത് തസ്ബീഹിനെ കുറിച്ച് എന്താണ് പറയണതെന്ന്. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് ലാ തുഅ്ജിബുനി എന്നാണ്. അതെന്നെ ഒരിക്കലും ആശ്ചര്യപ്പെടുത്തുന്നില്ല എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അതിനെ എതിർത്തുകൊണ്ട് കൈ കൊടയുകയാണ് ചെയ്തതെന്നാണ്. അതിനെ എതിർത്തിട്ട്
കൈകൊടുകയാണ് ചെയ്തത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് ആ വിഷയത്തിൽ ഹദീസ് സഹിഹായി വന്നിട്ടില്ല എന്നാണ്. ഹദീസ് സഹിഹായി വന്നിട്ടില്ല എന്നുള്ളത്. ഇബ്നു മുഫ്ലിഹ് പറയാണ്, ഇബ്നു തൈമിയനെ കുറിച്ച് പറയാണ്, വദ്ദ ഷെയ്ഖുന അന്നഹു കദിബ്. ഞങ്ങളുടെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ ഇത് കദിബാണ്, വ്യാജമാണ് എന്ന് വാദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലുള്ളൊരു വശം എന്തെന്ന് വെച്ചാൽ, ഈ നമസ്കാരത്തിൻ്റെ ഒരു രീതി അത് ഇതര നമസ്കാരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചാണ്. പിന്നെ അതിന് പറയപ്പെട്ടതായി മഹത്തായി പറയപ്പെട്ട പ്രതിഫലം അതൊക്കെ എത്ര മഹനീയമാണ്. അങ്ങനെയുള്ള ഒരു വിഷയം ഈ അയിമത്തുകൾ അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, അവർ കേട്ടിട്ടേ ഇല്ല അങ്ങനെ ഒരു മസാല എന്ന് പറഞ്ഞാൽ, അത് ഒരു ചിന്തിക്കേണ്ടതായ ഒരു വിഷയം തന്നെയാണ്. ആ ഒരു നിരൂപണം ഇതിൽ വളരെ പ്രസക്തമാണ്. പിന്നെ ഇമാം ബുഖാരി ആകട്ടെ ഇമാം മുസ്ലിം ആകട്ടെ അവരുടെ സഹീകളിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഹദീസ് നൽകിയിട്ടില്ല. ഇമാം നസായി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സലാത്തു തസ്ബീഹിൻ്റെ വിഷയത്തിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ്, അതേപോലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ ജീവിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആ നമസ്കാരം അത് സ്ഥിരപ്പെട്ടതാണ് എന്ന് പറയാൻ പ്രയാസമാണ്. പിന്നെ അതിൽ ജിൽസത്തുൽ ഇസ്തിറാഹയിൽ വരെ ഇത് എണ്ണാണ്. ഓരോ നിസ്കാരത്തിൻ്റെ കർമ്മങ്ങളിലും 10 എണ്ണം 15 എണ്ണം എണ്ണാണ്. അപ്പോൾ നമസ്കാരത്തിൻ്റെ നമസ്കരിക്കുന്നവൻ്റെ ഹാലെന്തായിരിക്കും അല്ലേ? പണ്ട് പെരുന്നാൾ നിസ്കരിച്ചപ്പോൾ തന്നെ പെരുന്നാൾ നിസ്കാരത്തിൽ തന്നെ തക്ബീറില്ലേ, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, ഇമാമ എണ്ണീറ്റ് മൈക്കി കൂടി തക്ബീർ ചെല്ലണ്ടേ. അപ്പോൾ ഒരിക്കൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ 4 എണ്ണി തക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം ഒരു 4 എന്ന് പറഞ്ഞു. കാരണം മൂപ്പരിത് 4ാമത്തെ തക്ബീർ എന്ന് ഇങ്ങനെ മൂപ്പര് എണ്ണം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 10 വരെ അള്ളാഹു മുഷ്കിലാണ്. ആ മലയാളിക്ക് തന്നെയാണ് സംഭവിച്ചത്. അള്ളാഹ് കാക്കട്ടെ. അപ്പോൾ ഏതായാലും സലാത്ത് തസ്ബീഹുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു മസ്അല വളരെ വ്യാപകമാണ്. ചില ഷാഫിയാക്കൾ സലാത്ത് തസ്ബീഹിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അത് കാരണത്താലാണ് ഷാഫിയാക്കൾക്കിടയിൽ ഇത് പ്രചരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബിൽ ഇമാം നവവി ഇത് സുന്നത്താണ് എന്ന് പറയുന്നത് അത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഹദീസ് ദുർബലമാണ്, സഹിയായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് സ്ഥാപിച്ച പണ്ഡിതനാണ് ഇമാം അന്നവവി. ഇമാം നവവിയെക്കുറിച്ചുള്ള വേറെ ചില ഉദ്ധരണികൾ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇമാം നവവിയുടെ പക്ഷം. അതേപോലെ തന്നെ ഇബ്നു ഹജറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇബ്നു ഹജറും യഥാർത്ഥത്തിൽ ചായുന്നത് ഈ ഹദീസ് സ്ഥിരപ്പെട്ടതല്ല, ഈ ഹദീസ് കൊണ്ട് ഇങ്ങനെ ഒരു കർമ്മം, ഈ ഒരു പ്രത്യേകതയുള്ളതായ ഒരു നമസ്കാരം സ്ഥിരപ്പെടാൻ യോഗ്യമല്ല എന്നുള്ളതാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും പക്ഷം. മനസ്സിലായത്? അബൂ ജാഫർ അൽ ഉഖൈലിയെ ഉദ്ധരിച്ചിട്ടാണ് ശരിക്കും ഇമാം നവവി ഈ ഹദീസ് സ്ഥിരപ്പെട്ടതല്ല, ഈ ഹദീസ് കൊണ്ട് ഈ ഒരു നമസ്കാരം സ്ഥിരപ്പെടുക എന്നുള്ളത് അർഹമല്ല എന്നുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, എന്നാൽ പൂർവ്വകാലത്തും പിൽക്കാലത്തുള്ള പല പണ്ഡിതന്മാരും ഇതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ആ ബലപ്പെടുത്തിയ പണ്ഡിതന്മാരാര് എന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് എനിക്കിപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയ, പഠിച്ച, വായിച്ച വശങ്ങൾ. നമുക്ക് എത്രയോ നിസ്കാരങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസമില്ലാത്ത, പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു വീക്ഷണ വ്യത്യാസവും ഇല്ലാത്ത സ്ഥിരപ്പെട്ടതായ നമസ്കാരങ്ങൾ. നമ്മുടെ തെറ്റുകൾ പുറത്തു തരുന്ന അള്ളാഹിനോട് അതിൽ പൊറുക്കലിനെ തേടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു തരുന്നതായ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമില്ലാത്ത എത്രയോ നമസ്കാരങ്ങളുണ്ട്. രാത്രി നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ ദുഹ നമസ്കാരം, അതേപോലെ തന്നെ റവാത്തിബ് നമസ്കാരങ്ങൾ, ഇതര നാഫിലത്തുകൾ, ഇതൊക്കെ സ്ഥിരപ്പെട്ടത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കുറേ നമസ്കാരങ്ങളുണ്ട്. ആ നമസ്കാരങ്ങൾ നമ്മൾ അതിൽ താല്പര്യം കാണിച്ച് നല്ല നിയ്യത്തിൽ നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. സലാത്ത് തസ്ബീഹ് പോലുള്ളതായ നമസ്കാരം, അതിൻ്റെ അവസ്ഥ നമ്മൾ കേട്ട്, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ പക്ഷവും കേട്ട്, അനുകൂലിച്ച് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷവും മനസ്സിലാക്കി നമ്മൾ
പിന്നെ അതിനെ പ്രതികൂലിച്ച് പറഞ്ഞവരുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായം മനസ്സിലാക്കി നമ്മളൊക്കെ പഠിതാക്കളാണ്, പണ്ഡിതന്മാർ പറഞ്ഞതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെ നിരൂപണം നടത്തിയിട്ട് ഇത് ബലപ്പെട്ടതല്ല സ്ഥിരപ്പെട്ടതല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷമാണ് ശരിയോടടുത്തത്. അല്ലാഹു ആലം. ഇതിൽ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ഹഫിളഹുള്ള പറഞ്ഞതുപോലെ അതൊക്കെ അത് വളരെ പ്രസക്തമായ നിരൂപണമാണ്. ഈ പറയപ്പെട്ട പ്രതിഫലം, ഗംഭീരമായ പ്രതിഫലം പറയപ്പെട്ട ഈ 5 പ്രവൃത്തികൾ അതെവിടെയാണ് ഹദീസിൽ? ഈ 10 പ്രവൃത്തികൾ അതെവിടെയാണ് ഹദീസിൽ? അതേതാണ്? അത് ഇതിൽ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ മത്തിനിൽ ഉള്ളടക്കത്തിൽ തികഞ്ഞ നക്കാറത്ത്, അപരിചിതത്തുണ്ട് എന്നാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ പറയുന്നത്. ഞാനത് മുമ്പ് അങ്ങനെ ഒരു നിരൂപണത്തിന് വായിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ്റെ ഈ സുനൻ അബീ ദാവൂദിൻ്റെ ഷറഹ് വായിച്ചപ്പോൾ അദ്ദേഹം കുറേ അങ്ങനത്തെ കാര്യങ്ങളാണ് അതിലെടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ലോകം സമ്മതിക്കുന്ന ഒരു മുഹദ്ദീസാണ്, ഹദീസ് പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ബദർ. ഇത്രയും പുണ്യമുള്ളൊരു സംഗതിയാണ് എങ്കിൽ ഇത് നിത്യവും ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷേ ഹദീസിൻ്റെ അവസാനത്തിൽ നമ്മളെന്താ പറഞ്ഞത്? ഓരോ ദിവസവും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ. ഞാൻ അതും പറ്റിയിട്ടില്ലെങ്കിൽ ഉംറയിൽ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യണമെന്നാണ്. ഇത്രയും മഹത്തായ പ്രതിഫലമുള്ളതാണ് ഒരു സംഗതി എങ്കിൽ അത് നിത്യമാക്കേണ്ട സംഗതിയാണ്. അത് ആയുസ്സിലൊരിക്കൽ ചെയ്യേണ്ടതല്ല. ഇബ്നു ഉസൈമീൻ, മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആ രീതിയിൽ ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഒരു വിമർശന ബുദ്ധിയിൽ അതിനെ സംസാരിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പിന്നെ കൽപ്പന ഉണ്ട് എന്നുള്ള നിലക്ക് അതിനെ അവർ അനുകൂലിക്കുന്നവർ പറയും. പിന്നെ ഇതിൻ്റെയൊക്കെ എല്ലാ ഹദീസിൻ്റെയും റിവായത്തിലുണ്ടല്ലോ ഒരു വിഷയമുണ്ട്. ചിലയിടത്ത് ഇപ്പോൾ അല ഉഅ്തീക് അല അംനഹുക അല അഹ്ബുക്, ചിലയിടത്ത് അല അസ്ലുക് അല അഹ്ബുക് എന്നാണ്. പിന്നെ ഇവിടെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നിടത്ത് ചിലയിടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെയോ അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ വൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് 10 പ്രാവശ്യം പറയാനാണ് ചില റിപ്പോർട്ടുകളിലുള്ളത്. എങ്ങനെ? അല്ലാഹു അക്ബർ വൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് 10 പ്രാവശ്യം പറയുന്ന അല്ലെങ്കിൽ 15 പ്രാവശ്യം പറയാനാണ് ചിലതിലുള്ളത്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. പിന്നെ ഇത് നിർവഹിച്ചിട്ടുണ്ടെങ്കിലുള്ള കൂലി പറയുന്നിടത്ത് ഇവിടെ എങ്ങനെയാണുള്ളതെങ്കിൽ ചിലയിടത്ത് പിന്നെ മണൽത്തരികളുടെ അത്ര കുറ്റുണ്ടെങ്കിൽ അത് പുറത്തു തരും. നീ പിന്നെ വേറെ ചില റിവായത്തുകളിൽ നീ ഭൂവാസികളിൽ അഹ്ലുൽ അർദിൽ ഏറ്റവും വലിയ പാപിയാണെങ്കിലും നിൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. ഇങ്ങനെയൊക്കെയാണുള്ളത്. അതിൻ്റെ പിന്നെ ഈ ഇതിവൃത്തത്തിൽ മത്തനിലുള്ളത് അതിലും എന്തുണ്ട്? പദപ്രയോഗങ്ങൾ ഒരുപോലെയല്ല. ചിലർ അതിനെ ജമ്മ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പണ്ഡിതന്മാർ നിരൂപിച്ചപ്പോൾ ജമ്മ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തുണ്ട്? ഇതിൻ്റെ മത്തിനിൽ ഇൽത്തിറാബ് പിന്നെ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാഹു ആലം. ഇതിനെ പ്രബലപ്പെടുത്തിയ പണ്ഡിതന്മാരിൽ പലരും പ്രമുഖരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ നിരൂപിച്ച എതിർത്ത പണ്ഡിതന്മാരുടെ പക്ഷമാണ് ശരിയോട് അടുത്തത്. അല്ലാഹു ആലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.